മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി നൽകിയ വഞ്ചനാ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി. ധോണിയുടെ മുൻ ബിസിനസ് പങ്കാളിയായ മഹിർ ദിവാകർ, സൗമ്യ ദാസ് എന്നിവർ നൽകിയ ഹർജിയിലാണ് ജാർഖണ്ഡ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. വിവിധയിടങ്ങളിൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ 15 കോടി നൽകാതെ വഞ്ചിച്ചെന്ന് പറഞ്ഞ് ധോണി പരാതി നൽകിയിരുന്നു. ധോണി നൽകിയ പരാതിയിൽ ആർ.കെ ബിസിനസ് സ്പോർട്സ് ഡയറക്ടർമാരായ മഹിർ ദിവാകർ, സൗമ്യ ദാസ് എന്നിവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇരുവരും ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഇത് പരിഗണിക്കുന്നതിനായി വിഷയത്തിൽ ധോണിയുടെ നിലപാട് അറിയാൻ വേണ്ടിയാണ് കോടതി നോട്ടീസ് അയച്ചത്. കേസിലെ കുറ്റാരോപിതർ ധോണി അറിയാതെ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിക്കറ്റ് അക്കാദമികൾ സ്ഥാപിക്കുകയും കരാർ പ്രകാരമുള്ള പണം നൽകാതിരിക്കുകയുമായിരുന്നു. ഒരു ഫ്രാഞ്ചൈസി ഫീ മുഴുവനായും ലാഭം 70-30 അനുപാതത്തിലും ധോണിക്ക് നൽകുമെന്നായിരുന്നു കരാർ. എന്നാൽ കരാർ പാലിക്കാതെയും ധോണിയെ വിവരം അറിയിക്കാതെയും കമ്പനി അക്കാദമികളും സ്പോർട്സ് കോംപ്ലക്സുകളും സ്ഥാപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ധോണി ആർ.കെ സ്പോർട്സിൽ വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും മറുപടി നൽകിയില്ല. ഇതോടെ അവർക്ക് നൽകിയ അംഗീകാരപത്രം 2021 ആഗസ്റ്റ് 15-ന് ധോണി പിൻവലിച്ചു. പിന്നീട് 2023 ഒക്ടോബർ 27-ന് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു.